എങ്ങനെയുണ്ടെടി, വേദന ഉണ്ടോ? ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണെന്നല്ലേ? മേല് വേദന ആവും, ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കേൾക്കൂല. ഇപ്പം ഇത് എന്തെങ്കിലും പറ്റി അങ്ങനെ വെക്കും. അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ രണ്ടാളെ കൈയും പിടിച്ച് ചാടി ചാടി പോണേ പുളിച്ചാടി ഒന്നുമില്ല കേട്ടോ, നമ്മളെ മകളാ. സംഭവം എന്താണെന്നല്ലേ, സൈക്കിളിൻ്റെ വീലിനുള്ള കാല് കുടുങ്ങി കേട്ടോ. ഒരാൾക്ക് മാത്രം കയറാൻ പറ്റുന്ന സൈക്കിളിൽ രണ്ടാൾ കയറി. എങ്ങനെ കാല് കുടുങ്ങിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. തിരിച്ചിങ്ങോട്ട് എടുത്തപ്പോഴാട്ടോ ഡോക്ടറെ കാണിച്ചപ്പോൾ മുറിവൊന്ന് ക്ലീൻ ചെയ്ത് കെട്ടിയിട്ട് വീക്കം കുറവൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് എക്സ്റേ എടുക്കാനുണ്ട്. സിസ്റ്റർമാരെയും സൂചിയും കണ്ടാൽ തന്നെ പേടിയുള്ള അവള് വെക്കുകയാണ്. കയ്യിൽ ഏത് സമയത്തും കത്രികയും സൂചിയൊക്കെ ഉള്ളവരെ ആരാ മാലാകാന്ന് പേരിട്ട്. എന്താ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മറുപടി അറിയാം. സൈക്കിൾ വാങ്ങിയെന്ന് മുതൽ പറയൽ തുടങ്ങിയാണ് കേട്ടോ, രണ്ടാളൊന്നിച്ച് സൈക്കിളിൽ കയറരുത് എന്ന്. പക്ഷെ പറ്റണ വരെ കയറി, ഇനി ഏതായാലും കയറും. അവിടുന്ന് ഏതായാലും ഒരു മുറിനെ നല്ല മഞ്ഞളൊക്കെ ഇട്ട് തേച്ച് കുളിപ്പിച്ച് കണ്ട് എടുത്ത് ഇങ്ങോട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയാക്കിയിട്ട് തന്ന്. ഇവക്ക് ഇത് പറ്റി കിട്ടിയോണ്ട് ആകെ കിട്ടിയൊരു ഉപകാരം താട്ടോ. 5-8 കൊല്ലമായോളൊന്ന് എടുത്തിട്ട് ഇപ്പം എടുത്തോണ്ട് എല്ലാവരും നടക്കും. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വിക്രമാദിത്യനും വേതാളനും പോലില്ലേ. അപ്പോൾ കാലിൻ്റെ വീക്കം വലിയ കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ എക്സ്റേ എടുക്കാൻ പോയേനെ. എക്സ്റേന്റെ റൂമിലൊട്ടിച്ച ഫോട്ടോ കണ്ടാട്ടോ വെക്കണ്ടോ, ഇങ്ങനെയാണോ ഫോട്ടോ എടുക്കുക. ഈ വെക്കേഷൻ വന്നാലും പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. എന്താ ചെയ്യുക, ഉള്ളിട്ടാ പാമ്പും പുറത്തിട്ടാ സൂര്യാഘാതവും, പിന്നെ ഇറ്റങ്ങളെ വൈകുന്നേരമാക്കണ്ടേ. അപ്പോൾ ഭാഗ്യത്തിന് നമ്മളെ എക്സ്റേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ.